ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ നമ്മുടെ അലീനയോട് ചോദിക്കുന്നുണ്ട്, പഴയ പോലെ അല്ലല്ലോ ഇപ്പം ഞാൻ, നല്ല ഉഷാറായില്ലേ? അതെ, കൊച്ചുകുട്ടിയെ പോലെ ആയിട്ടുണ്ട് അല്ലിയെ പറയാ. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയെന്ന് എനിക്കറിയോ? ഞാനുള്ളത് കൊണ്ട് അല്ല, നീ എൻ്റേതായതുകൊണ്ടാണ്, എൻ്റെ മകളായില്ലേ അതുകൊണ്ടാണ് എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. പിന്നെ വൈജ പട്ടി പെറ്റതുപോലെ പെറ്റിട്ടെന്നേ ഉള്ളൂ. പക്ഷേ അവൾ നിൻ്റെ അമ്മയൊന്നുമല്ല, ഞാൻ നിൻ്റെ അച്ഛനാണ്. പിന്നെ എന്തുകൊണ്ടാണ് ബ്രിജിത മമ്മി ഈ ലോകത്തിലെ ഏറ്റവും വലിയ അമ്മയാണെന്ന് നീ എപ്പോഴും പറയും? എന്തുകൊണ്ടാണ് അമ്മയെ നീ ഇത്രത്തോളം സ്നേഹിക്കുന്നത്? അമ്മ എനിക്ക് അത്രയ്ക്ക് സ്നേഹം തരുന്നുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെയാണ് ഞാനും. ഞാൻ നിനക്ക് സ്നേഹം തരുന്നില്ലേ? പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ബ്രിജിത മമ്മി, നീ ഓർഫൺ ആണ് എന്നറിഞ്ഞതിന് ശേഷമുള്ള സ്നേഹം മാത്രമാണ് നിനക്ക് കിട്ടിയത്. ഞാൻ അങ്ങനെയാണോ? അല്ല, പിന്നെ എങ്ങനെയായിരുന്നു? അത് എന്നെ എല്ലാവരും കൂടെ പിടിച്ച് വലിച്ച് പുറത്താക്കുന്ന ആ ഒരു അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയും, മതി നിർത്ത്, ഇത്രയും മതി. നിനക്ക് എന്നെ അറിയുമല്ലോ ഞാൻ എങ്ങനെയാണെന്ന്. എൻ്റെ അച്ഛൻ തന്നെയാണ് എന്നിങ്ങനെ അലീന പറയണ്ട. നീ എന്നെ മനസ്സിലാക്കിയാൽ മാത്രം മതി, എനിക്ക് വേറൊന്നും വേണ്ട. നീ എൻ്റെ മകളാടി, എനിക്ക് ഒരു കുറവും ഞാൻ വരുത്തില്ല എന്നും പറഞ്ഞ് അലീനയെ ചേർത്ത് വെച്ച് നെറ്റിലൊരു ഉമ്മയൊക്കെ കൊടുക്കുക. അലീന ആ സന്തോഷത്തോടു കൂടി തന്നെ കിടക്കാനായിട്ട് റൂമിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ആ റൂമിലില്ലാത്തതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട്. മുത്തശ്ശി കിടന്ന ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ മാറ്റി വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടിടുക നനയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അലീന പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ഇനിയിപ്പോൾ ഇല്ലല്ലോ, അതുകൊണ്ട് അലീന ചേച്ചി എന്തിനാ ഇനി തറയിൽ കിടക്കുന്നത്, ഇവിടെ കിടന്നുകൂടെയും ചോദിക്കുക. ബെഡും ഉണ്ട്, കട്ടിലും ഉണ്ട്. അല്ല മോളെ, നമ്മളെ ഒരാൾ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ മിസ്സായി പോയി, നമുക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ടാവില്ലേ? അപ്പോൾ മുത്തശ്ശി നമുക്ക് ഇനി തിരിച്ച് വരണം എന്നൊരുപാട് ആഗ്രഹിക്കണം. അപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശി വരും. അപ്പോൾ മുത്തശ്ശി ഇവിടെ കിടക്കണ്ടേ? അതുകൊണ്ട് ഞാൻ അവിടെ കിടക്കാതിരിക്കുന്നതാണ് നല്ലത്. അവിടെ കിടന്നാൽ മുത്തശ്ശി വരൂല എന്ന് ഒരു തോന്നലുണ്ടാവും. ഞാൻ താഴെ തന്നെ കിടന്നോളാം എന്ന് പറയാം. അത് കൊള്ളാം അലീന ചേച്ചി, എനിക്ക് അലീന ചേച്ചിയുടെ ഈ സംസാരമൊക്കെ വലിയ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് മോള് ചെന്ന് കിടന്നു ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് അലീന താഴെ പരമ്പ് വിരിച്ച് അവിടെ പ്രാർത്ഥിച്ച് കിടക്കാൻ പോകുമ്പോഴാണ് കൃഷ്ണമോള് ബെഡ്ഷീറ്റും പില്ലോയൊക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. എന്താടി കാര്യമെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയാം, ഞാനിന്ന് അലീന ചേച്ചിയോട് തന്നെ കിടക്കാം. ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ മോളെ? ഉണ്ട്, എൻ്റെ ചേച്ചിയല്ലേ ഇത്, ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ കിടക്കും എന്നും പറഞ്ഞ് കൂടെ കിടന്നിട്ട് അലീനയോട് കൃഷ്ണമോള് ചോദിക്കുകയാണ്, എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് ഈ വീട്ടിൽ തന്നെ അങ്ങ് ജനിച്ചാൽ മതിയായിരുന്നല്ലേ ചേച്ചി? ഞാൻ നിൻ്റെ ചേച്ചി അല്ലേടി, നീ എൻ്റെ കുഞ്ഞനിയത്തി തന്നെയല്ലേ എന്ന് പറഞ്ഞ് കൊഞ്ചിക്കാണ് കേട്ടോ കൃഷ്ണയെ. അപ്പോൾ കൃഷ്ണയ്ക്ക് സങ്കടം വന്നിട്ട് അലീനെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. അപ്പോൾ എന്തിനാടി മോളെ നീ കരയുന്നത്? സങ്കടപ്പെടാതെ, ഞാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് മനു ജോലിയും കഴിഞ്ഞൊക്കെ വരണ വഴിക്ക് അങ്കിളിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മനുവും ബാലചന്ദ്രനും കൂടെ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് മനു ചോദിക്കുകയാണ്, അങ്കിൾ തിരിച്ചു വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, പിന്നെ അവിടെ വല്ലാത്തൊരു സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായില്ലേ? ആടാ, അതൊക്കെ ഉണ്ടായി. അലീനയ്ക്ക് പ്രൊമോഷൻ കൊടുത്തോ? പിന്നെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ആവശ്യമുള്ള കാര്യമല്ലേ, ഞാൻ അവൾക്ക് കൊടുത്തു. എന്നാൽ ഇത് ഒന്നൊന്നര പ്രൊമോഷനായി പോയല്ലോ അങ്കിളെ, അതും ദത്തുപുത്രി, അവളെ അങ്ങ് എടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയാം, അതേടാ, ഞാൻ അവളെ ദത്തുപുത്രിയായിട്ട് തന്നെ എടുത്തിരിക്കണം. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നീ ഇനി ധൈര്യമായിട്ട് അവളെ കല്യാണം കഴിച്ചോ. അവൾക്ക് എന്താ അങ്ങളെ അങ്ങനെയൊക്കെ പറയണേ? അല്ല, നിനക്ക് അവളെ ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ അവൾ അനാഥയാണ്, അവൾക്ക് ആരുമില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ കൊണ്ട് നീ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ എന്നല്ലേ നിൻ്റെ മനസ്സ് എന്ന് ചോദിക്കുമ്പോൾ അങ്കളെ ആവശ്യമില്ലാത്തൊക്കെ പറയാതെ, എടാ അവൾ എൻ്റെ സ്വന്തം മോള. ഇവിടെ കൃഷ്ണമോൾക്കും ഭവിതമ്മോൾക്കും രോഹിത്തിനും ഒക്കെ കൊടുക്കുന്ന അതേ സ്ഥാനം തന്നെ അവൾക്ക്. സ്വത്തും പണവും എല്ലാം ഞാൻ അവർക്കുള്ളതുപോലെ തന്നെ അവൾക്കും കൊടുക്കും. അതുകൊണ്ട് നീ ഇനി വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് കെട്ടിക്കോ. അങ്കിൾ എന്തൊക്കെയായി പറയണേ? അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ലൊരു ജോലിയില്ലേ, എനിക്കൊരു പെണ്ണിനെ പോറ്റാനായിട്ട് ഈ പറഞ്ഞ സ്വത്ത് വകകളൊക്കെ വേണോ? ഒരു പെണ്ണിനെ പോറ്റാനുള്ള ജോലി എനിക്കുണ്ട്, അന്തസ്സായിട്ട് ഞാൻ എന്തായാലും അവളെ നോക്കും എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയാം, അതെ എനിക്കറിയാം നീ അങ്ങനെയുള്ള ഒരാളാണെന്ന്, പക്ഷേ നിനക്കിനി ജോലി ഇല്ലെങ്കിൽ പോലും അവൾ നിന്നെ നോക്കും. അതാണ് ഈ ബാലചന്ദ്രൻ നിനക്ക് തരുന്ന വാക്കാണ്. നീ അവളെ കെട്ടിയാലേ നിനക്ക് നല്ലതേ വരുള്ളൂ. പക്ഷേ നീ എന്തിൻ്റെങ്കിലും പേരിൽ, അല്ലെങ്കിൽ അവൾക്ക് അനാഥയാണെന്നോ അവൾക്ക് ആരുമില്ലെന്നോ വേറെ എന്തിൻ്റെങ്കിലും പേരിൽ നീ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞാലേ പിന്നെ ഏറ്റവും വലിയ നഷ്ടം നിനക്ക് തന്നെയാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഒന്ന് പോകങ്ങളെ, അങ്കിളുടെ വിചാരം ഞാൻ എന്നെ ഇപ്പം തന്നെ പിടിച്ച് കെട്ടിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് മനു നാണം കുടുങ്ങിയ പോലെ വണ്ടിയിലിരിക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് ബാലചന്ദ്രൻ. ഈ സമയത്ത് അകത്ത് എല്ലാവരോടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഡൈനിങ് ടേബിളിൽ. ഇഷ്ടംമോള് അകത്ത് കിച്ചണിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അലീന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചിക്ക് എന്തേ അങ്ങടെ കൂടെ അവിടെ വന്ന് കഴിച്ചൂടെ? വേണ്ട മോളെ, എന്തിനാ വെറുതെ മറ്റുള്ളവരെ ഇറിറ്റേറ്റഡ് ആക്കുന്നത്? എന്നെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരും, അതൊക്കെ എന്നാൽ പിന്നെ അലീന ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണം എനിക്കും വേണം എന്നും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടക്കറിയൊക്കെ
അത് കൊണ്ട് നേരെ ടേബിളിലേക്ക് വരാൻ പോവുക. അപ്പോഴാണ് ഇവിടെ രോഹിത്തും ബബിതയും വൈജയും കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നലെ അവളോട് പറഞ്ഞതാ അലീന ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും പോയി എടുക്കരുത്, അമ്മ ഉണ്ടാക്കണം കഴിച്ചാൽ മതിയെന്ന്. എന്നിട്ടും അവൾ പറഞ്ഞാൽ കേൾക്കാതെ അകത്ത് പോയി അലീന ഉണ്ടാക്കുന്ന എന്തോ ഫുഡ് എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് രോഹിത്തിനോട് ബബിത പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ചേട്ടാ ഇന്നലെ രോഹിത്തേട്ടാ ഉപദേശിച്ചതല്ലേ അവളെ, എന്നിട്ട് അവൾ പറഞ്ഞാൽ കേട്ടില്ലല്ലോ, ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഇന്ന് അവളെ തീറ്റിക്കരുത് കേട്ടോ എന്ന്. കൊണ്ടുവരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. അങ്ങനെ അപ്പം മുട്ടക്കറി ഒക്കെ ആയിട്ട് ഇവരുടെ കൂടെ വന്ന് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കൃഷ്ണ. എന്നിട്ട് പറയാം, നല്ല ടേസ്റ്റി ഫുഡാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി എടുത്തോ, ആർക്ക് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ രോഹിത്ത് പറയാം, നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേടി അമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് വന്നത് കഴിച്ചാൽ മതിയെന്ന്. അമ്മ എന്തിനാ രോഹിത്തേട്ടാ കഷ്ടപ്പെടുന്നത്? ഇവിടെ ഒരാൾ കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി വെക്കുമ്പോൾ പിന്നെ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? എടി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ സൈഡ് വേണം നിൽക്കാൻ, നീ അങ്ങോട്ട് അവളുടെ സൈഡ് നിൽക്കരുതെന്ന്. ഞാൻ എന്തിനാ, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ കഴിക്കണം. എനിക്ക് അമ്മ ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ഇല്ല, അലീന ചേച്ചി ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ട്, നല്ല ഭക്ഷണമുള്ള അപ്പോൾ ഞാൻ എന്തിനാ ചീത്ത ഭക്ഷണം കഴിക്കണേന്ന് ചോദിക്കുക. അത് ശരി, അപ്പം നീ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലേ, നീ അവളുണ്ടാക്കുന്ന അങ്ങനെ ഇപ്പം നീ കഴിക്കണ്ടെന്ന് പറഞ്ഞ് ആ പ്ലേറ്റോട് കൂടി താഴെ വലിച്ചെറിയാട്ടോ രോഹിത്ത്. ഇതും കണ്ടും കൊണ്ടാണ് ബാലചന്ദ്രൻ കയറി വരുന്നത്. ബാലചന്ദ്രൻ ഞങ്ങളുടെ അടിമുടി ദേഷ്യമായി അടുത്തേക്ക് ചെന്ന് രോഹിത്തിന് പിടിച്ചൊരു ഒറ്റ കവളിൽ പൊട്ടിച്ചു കൊടുക്കാട്ടോ. രോഹിത്ത് ആട്ടിക്കൊണ്ട് കറങ്ങി പോവാണ്. അപ്പോൾ ഇരുന്ന വൈജയും കൂടെ ചാടി എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പേടിച്ചു. എന്നിട്ട് പറയാം, നീ ഈ ഫുഡ് ഉണ്ടാക്കി, നീ ഏത് ഫുഡാണ് നീ തള്ളിക്കളഞ്ഞത്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി, ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാധനത്തിൽ എൻ്റെ മകളുണ്ടാക്കിയ ഫുഡ് നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ് നീ തട്ടിക്കളഞ്ഞോ? അതിന് നിനക്ക് എന്താടാ അധികാരം? ആരാടാ തന്നിരിക്കുന്നത്? നീ അങ്ങനെ നിനക്ക് വേണമെങ്കിൽ നീ തന്നെ അധ്വാനിക്കണം. അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിൽ സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ട് അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തട്ടി ദൂരെ കളയണം. അല്ലാതെ ഇങ്ങനെയല്ല, മറ്റുള്ളവരുടെ ചിലവിൽ കഴിയുമ്പോൾ അവർ പറയണത് കൂടെ അനുസരിച്ച് ജീവിക്കണം, മനസ്സിലായോടാ എന്ന് പറഞ്ഞ് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ എന്നും പറഞ്ഞിട്ട് രോഹിത്തിന് നല്ല കൊടുക്കുന്നുണ്ട്. രോഹിത് നാണം കെട്ട് ആകെ ചമ്മി നാറി നിൽക്കുകയാണ്. എന്നിട്ട് പറയാം, അവസാനമായിട്ട് ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം, ഇവിടെ ഇനി 2 അടുക്കള വേണ്ട, ഒരൊറ്റ അടുപ്പ് കത്തിയാൽ മതി. അത് അലീനയോട് ഫുഡ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങനെ, മനസ്സിലായല്ലോ? വേണമൊന്നുമുള്ളവർ കഴിച്ചാൽ മതി. ആ ഫുഡ് കഴിക്കേണ്ടവർ ഇവിടെ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, പുറത്തുനിന്ന് വാങ്ങി കഴിക്കുകയോ പുറത്ത് പോയി കഴിക്കുകയോ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ പുറത്തുനിന്ന് വരുത്തി കഴിക്കുന്നതൊക്കെ ഒരു സൗജന്യം മാത്രം, കുറച്ച് നാൾ താൽക്കാലികമായിട്ട്, അത് കഴിഞ്ഞാൽ അത് ഞാൻ എടുത്തങ്ങ് മാറ്റും, മനസ്സിലായോ? അങ്ങനെ രോഹിത്ത് നാണം കെട്ട് മേളിലേക്ക് കയറി പോവാം. അപ്പോൾ വൈജ ഇതൊക്കെ കേട്ട് ദേഷ്യം പെട്ട് ചാടി എണീറ്റിട്ട് പറയാം, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ? നിങ്ങളിങ്ങനെ എല്ലാം കൂടെ നിരോധിച്ചാൽ നിങ്ങളെ മക്കളെയും ഭാര്യയും എല്ലാം കൂടെ അങ്ങ് നിരോധിച്ചോ? എടി നിന്നോട് എനിക്ക് സംസാരിക്കാൻ നേരില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ തരുന്ന ഔദാര്യം എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കി നല്ല രീതിയിൽ ആലോചിച്ച് മുന്നോട്ട് പോയാൽ നിനക്ക് കൊള്ളാം. അതിനുള്ളൊരു അവസരമാണ് ഞാനിപ്പോൾ തന്നേക്കുന്നത്, ഇത്രയും കൂടെ പറയാട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ നിലമേളിലേക്ക് കയറിപ്പോവാം. കൃഷ്ണയോട് ചെന്ന് 2 ചാട്ടം ചാടുന്നുണ്ട് വൈജ. മതിയായോടി, നിനക്ക് തൃപ്തിയായോടി ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴെന്ന്. കൃഷ്ണയ്ക്ക് വഴക്ക് കിട്ടിയപ്പോൾ സങ്കടമായി. അലീനെ മുമ്പേ ചെന്നിട്ട് അലീനയോടും പറയുന്നുണ്ട്, നിനക്കും സമാധാനമായല്ലടി, സ്വർഗം പോലെ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തെ ഇത്രത്തോളം ദ്രോഹിച്ച് നരക തുല്യമാക്കിയപ്പോൾ നിനക്ക് സമാധാനം കണ്ട് അർമാദിക്കടി, അർമാദിക്ക് ദുഷ്ട എന്നും പറഞ്ഞ് അവരവിടുന്ന് ചാടിത്തുമ്മിച്ച് പോയി. ബാബിതയും അതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. കൃഷ്ണയ്ക്ക് വഴക്കിയിട്ടേൻ്റെ സങ്കടത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീന പോട്ടെ മോളെ സാരമില്ലെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് അലീന കൃഷ്ണമോളെ ആശ്വസിപ്പിക്കുക. ഈ സമയത്ത് നമ്മളെ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം കോളേജിൽ അഡ്മിഷൻ എല്ലാം കിട്ടി. ഇന്ന് ജോയിൻ ചെയ്യേണ്ട ദിവസമാണ്, ഉച്ചവരെ കോളേജുള്ളൂ. അതുകൊണ്ട് കെട്ടിവെച്ച ഫുഡും പോലും എടുക്കാതെയാണ് പോകുന്നത്. പക്ഷേ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് രേവതിക്കുട്ടിക്ക്. കാരണം ജോസൂട്ടിയാണ് മാമച്ച തന്നെ കൊണ്ടാക്കണമെന്ന് നിർബന്ധം. അങ്ങനെ ജോസൂട്ടിയെ എന്തൊക്കെയോ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മാമച്ചന് മനസ്സിലായി ജോസൂട്ടിക്ക് ഇഷ്ടമല്ലെന്ന്. ജോസൂട്ടിയോട് പറയാം, എടാ ഇവളുടെ അച്ഛനായിട്ടാണ് ഞാൻ ഇന്ന് കോളേജിൽ പോകുന്നത്, നിനക്കതിന് സാധിക്കില്ലല്ലോ, അതുകൊണ്ട് നീ വേറൊരു ദിവസം നിന്നെ ഞാൻ കോളേജൊക്കെ കൊണ്ട് കാണിക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കൂടെ പോവുക. അപ്പോൾ ഗ്രേസമ്മ പറയാം, ഉച്ചയ്ക്ക് തന്ന ഭക്ഷണം പോലും നീ എടുത്തില്ല, ഇത്ര മറവിയാണോടിന്ന്. അപ്പോൾ ജോസൂട്ടി അല്ലേ രേവതിയെ കളിയാക്കേണ്ട അവസരം വിട്ടുകളയോ. ഉടനെ ജോസൂട്ടി പറയാം, ഇത്രയും മറവിയുള്ളവളാണോ കോളേജിൽ കൊണ്ട് ചേർക്കുന്നത്, അവൾ വല്ലതും പഠിക്കുമോ? എടാ നീ മിണ്ടാതിരി, നിന്നെ കളയുന്നതായാലും അവൾക്ക് ബുദ്ധിയുണ്ടെന്ന് പറയാട്ടോ രേസമ്മ. അങ്ങനെ അവരെല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തിലാണ് കോളേജിലേക്ക് ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രേവതിയെ കൊണ്ടുപോകാട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ടീച്ചറുടെ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്